കോൺട്രാക്ട് ഡോക്യുമെൻറ്റ്. ഒരു കോൺട്രാക്ട് ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഫുൾ അഗ്രിമെൻറ്റ്സും അതുപോലെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. The rights and obligations of owner and contractor are defined in a document is called contract document. ഒരു കോൺട്രാക്ടറും അതുപോലെ തന്നെ ഓണറും തമ്മിലുള്ള റൈറ്റ്സും ഒബ്ലിഗേഷൻസും ഒക്കെ ഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രൊജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് കോൺട്രാക്ട് ഡോക്യുമെൻ്റ് ആയിട്ട് പറയുന്നത്. This document generally follows a standard format for construction contracts by government and public bodies. പബ്ലിക് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് എപ്പോഴും കോൺട്രാക്ട് ഡോക്യുമെൻറ്റിന് കീപ്പ് ചെയ്യുന്നുണ്ട്. ഈച്ച് പേജ് ഓഫ് ദ ഡോക്യുമെൻറ്റ് ഷുഡ് ബി സൈൻഡ് ബൈ ദ കോൺട്രാക്ടർ ആൻഡ് ഓണർ. ആ ഒരു ഡോക്യുമെൻറ്റിലെ ഓരോ പേജും കോൺട്രാക്ടറും അതുപോലെ തന്നെ ഓണറും സൈൻ ചെയ്തിട്ടുണ്ടാവും. ഫോർമാറ്റ് ഓഫ് എ കോൺട്രാക്ട് ഡോക്യുമെൻറ്റ്. ഒരു കോൺട്രാക്ട് ഡോക്യുമെൻറ്റിൻ്റെ ഫോർമാറ്റ് എന്താണ്, അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയാം. ഫസ്റ്റ് വൺ നോക്കുക. ഫസ്റ്റ് വരുന്നത് കവർ പേജ് അല്ലെങ്കിൽ ടൈറ്റിൽ പേജാണ്. കവർ പേജ് അല്ലെങ്കിൽ ടൈറ്റിൽ പേജ് എന്ന് പറയുന്നത് അതിൻ്റെ ചട്ട എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻസ് നെയിം ഓഫ് ദ വർക്ക്, നെയിം ഓഫ് ദ ഓണർ ആൻഡ് നെയിം ഓഫ് ദ കോൺട്രാക്ടർ ആൻഡ് ഓൾസോ ദ കോൺട്രാക്ട് അഗ്രിമെൻറ്റ് നമ്പർ. ഇത്രയും കാര്യങ്ങൾ കവർ പേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് സെക്കൻഡ് ആയിട്ട് വരുന്നത് കണ്ടൻറ് പേജാണ്. കണ്ടൻറ് പേജിൽ ആ ഒരു അഗ്രിമെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വിത്ത് പേജ് റെഫറൻസും കൊടുത്തിട്ടുണ്ടാകും. പേജ് നമ്പർ വെച്ചിട്ട് കണ്ടൻറ് പേജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് വരുന്നത് നോട്ടീസ് ഇൻവൈറ്റിംഗ് ടെൻഡറാണ്. അതായത് നമ്മൾ മീഡിയാസിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ടെൻഡർ നോട്ടീസാണ് മൂന്നാമതായിട്ട് കോൺട്രാക്ട് ഡോക്യുമെൻറ്റിൽ വരുന്നത്. ടെൻഡർ നോട്ടീസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ടെൻഡർ ഡോക്യുമെൻ്റ് ആണ്. ടെൻഡർ ഡോക്യുമെൻറ്റിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു, എന്താണ് അതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ടെൻഡർ നോട്ടീസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന പോർഷൻ ടെൻഡർ ഡോക്യുമെൻ്റ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. ടെൻഡർ ഡോക്യുമെൻ്റ് കഴിഞ്ഞാൽ ഷെഡ്യൂൾ ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്, അതായത് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ്, ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ്, അതിൻ്റെ ഓരോന്നിൻ്റെ റൈറ്റ്സ്, അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ഇഷ്യൂ, എവിടെ എപ്പോഴാണ് അത് പർച്ചേസ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് ആണ് ഷെഡ്യൂൾ ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഡ്രോയിങ്സ് ആണ്. ആ പ്രൊജക്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ഡ്രോയിങ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് പ്ലാന്, എലിവേഷൻ, സെക്ഷൻ, സൈറ്റ് പ്ലാൻ, ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, ഫിറ്റിങ്സിൻ്റെ ഒക്കെ സ്കെച്ചസ്, ഫുൾ ഡ്രോയിങ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പോർഷനാണ് ഡ്രോയിങ്സിൽ വരുന്നത്. ഡ്രോയിങ്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് സ്പെസിഫിക്കേഷൻസ് ആണ്. സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ അതിൽ ജനറൽ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും അതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നതാണ് കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്ട്. കണ്ടീഷൻസ് ഓഫ് കോൺട്രാക്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് നോക്കുക. ഇറ്റ് ഇൻക്ലൂഡ്സ് ടൈം ഓഫ് കംപ്ലീഷൻ, എന്നാണ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടൈം, എത്ര ഡ്യൂറേഷനാണ് ഒരു പ്രൊജക്റ്റിന് എടുക്കുന്നത്, അല്ലെങ്കിൽ ടൈം ഓഫ് കംപ്ലീഷൻ എന്നാണെന്നുള്ളത്. അതുപോലെ തന്നെ ഡിലേ ആൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ടൈം, എന്തെങ്കിലും ഡിലേ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര ടൈമിൽ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കും എന്നുള്ളത്. അതുപോലെ തന്നെ പെനാൽറ്റി, എന്തെങ്കിലും കാര്യങ്ങൾ മിസ്റ്റേക്സുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഫൈൻ എത്രയാണ് വരിക എന്നുള്ളത്. അതുപോലെ തന്നെ കോമ്പൻസേഷൻ ഫോർ ഡിലേ വരുത്തുന്നതിനുണ്ടാകുന്ന കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം എത്രയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ പ്രൈസ് എക്സ്കലേഷൻ, ഇത് ഈ ഒരു ഡ്യൂറേഷൻ കഴിയുന്നതിൻ്റെ, ഈ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ കഴിയുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ മെറ്റീരിയൽസിനും ലേബേഴ്സിനൊക്കെ വില കൂടാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് എത്രത്തോളം എക്സ്ട്രാ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും, അത് നേരത്തെ ഓണറിൽ നിന്ന് തന്നെ കോൺട്രാക്ടർ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ആണ് വാങ്ങിക്കേണ്ടതെന്നുള്ള ടേംസും കണ്ടീഷൻസൊക്കെയാണ് പ്രൈസ് എക്സ്കലേഷനിൽ പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സാണ്. എന്തെങ്കിലും ഹസാർഡ്സ് ഒക്കെ സംഭവിക്കുക, ഫ്ലഡ്, ലാൻഡ് സ്ലൈഡൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടതെന്നുള്ളത്. അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, അതായത് ഈ കോൺട്രാക്ടറും ഓണറും തമ്മിലുള്ള എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സെറ്റിൽ ചെയ്യേണ്ടത്, ആൾക്കാരെ വിളിച്ചിട്ടാണോ അല്ലെങ്കിൽ കോർട്ട് വഴി ലീഗലി സെറ്റിൽ ചെയ്യാണോ തുടങ്ങിയിട്ടുള്ള കണ്ടീഷൻസൊക്കെ. ആൻഡ് ദ ടെർമിനേഷൻ ഓഫ് കോൺട്രാക്ട്, ലാസ്റ്റ് ഈ ഒരു ഓണർക്ക് കോൺട്രാക്ടറെ ബോധിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്തൊരു പുതിയ കോൺട്രാക്ടറെ നിയമിക്കാനുള്ള ഇതാണ് ടെർമിനേഷൻ ഓഫ് കോൺട്രാക്റ്റ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ആണ്.
ടൈപ്സ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ 5 ടൈപ്പ് കോൺട്രാക്റ്റ് ആണുള്ളത്. ഫസ്റ്റ് വൺ ലംസം കോൺട്രാക്ട്, സെക്കൻഡ് വൺ ഐറ്റം റേറ്റ് കോൺട്രാക്ട്, തേർഡ് വൺ കോസ്റ്റ് പ്ലസ് ഫീ കോൺട്രാക്ട്, ഫോർത്ത് വൺ ടേൺ കീ കോൺട്രാക്ട് ആൻഡ് ഫിഫ്ത്ത് വൺ ബൂട്ട്, BOOT. ഓക്കെ, ഇതിന് ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ടൈപ്പ് കോൺട്രാക്റ്റ് ആണ് ലംസം കോൺട്രാക്ട് എന്ന് പറയുന്നത്. നോക്കാം. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട്. ലംസം കോൺട്രാക്റ്റിനെ ഫിക്സഡ് പ്രൈസ് കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. ഇൻ ദിസ് ദ ഓൾ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആർ റെഗുലേറ്റഡ് വിത്ത് എ ടോട്ടൽ ഫിക്സഡ് പ്രൈസ് അഗ്രിമെൻറ്റ്. അതായത് സാധാരണയായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരു മൊത്ത വില പറഞ്ഞിട്ട് നമ്മൾ ഒരു കോൺട്രാക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് നേരത്തെയുള്ള എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് നമ്മളൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഇത്രയാകും ഇതിൻ്റെ കോസ്റ്റ് എന്ന് ഏകദേശം മൊത്തവില പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതാണ് ലംസം കോൺട്രാക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതൊരു ഫിക്സഡ് പ്രൈസാണ്. ഇനി അതിൽ എക്സ്ട്രാ നമുക്ക് ചിലവാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോൺട്രാക്റ്റ് സ്വന്തം കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. ആ ഫിക്സഡ് പ്രൈസ് മാത്രമാണ് ഓണർ നൽകുന്നത്. ഓക്കെ, ഇൻ ലംസം കോൺട്രാക്ട് എ സിംഗിൾ പ്രൈസ് ഫോർ ഓൾ വർക്ക് ഈസ് അഗ്രീഡ് ബിഫോർ വർക്ക് ബിഗിൻസ്. അതായത് വർക്ക് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു സിംഗിൾ ഫിക്സഡ് പ്രൈസ് പറയും. അത് കോൺട്രാക്റ്റ് ഉറപ്പിക്കുന്നതാണ് ലംസം കോൺട്രാക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ലംസം കോൺട്രാക്റ്റിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൊജക്ട് സ്കോപ്പ് ആൻഡ് ലിമിറ്റ്സ് ആർ ഡിഫൈൻഡ് ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് കൺസ്ട്രക്ഷൻ. നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ പ്രൊജക്റ്റിൻ്റെ സ്കോപ്പും അതിൻ്റെ ലിമിറ്റേഷൻസൊക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് കൺസ്ട്രക്ഷൻ ദ ടോട്ടൽ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഈസ് ഡിഫൈൻഡ്. കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്ക് ടോട്ടൽ എത്രയാണ് ചിലവ് വരുന്നത് എന്നുള്ളത് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ പറ്റും. സെക്കൻഡ് ടൈപ്പ് കോൺട്രാക്റ്റ് ആണ് ഐറ്റം റേറ്റ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഐറ്റം റേറ്റ് കോൺട്രാക്ട്, ഇൻ ദിസ് കോൺട്രാക്ട് ദ കോൺട്രാക്ടർ അണ്ടർടേക്സ് ദ എക്സിക്യൂഷൻ ഓഫ് വർക്ക് അറ്റ് ദ യൂണിറ്റ് റേറ്റ്സ് അഗ്രീഡ് അറ്റ് ദ ടൈം ഓഫ് ടെൻഡർ. അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന കോൺട്രാക്റ്റ് ഫുള്ളായിട്ടുള്ള വർക്കല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഐറ്റം മാത്രമാണ്. ആ എടുക്കുന്നത് തന്നെ ഏതെങ്കിലും ഒരു യൂണിറ്റ് റേറ്റിൻ്റെ ബേസിൽ, ഇപ്പോൾ സ്ക്വയർ ഫീറ്റിന് ഇത്ര രൂപ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബേസിലാണ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു ഇപ്പോൾ പ്ലാസ്റ്ററിങ് മാത്രം, അല്ലെങ്കിൽ പെയിൻറ്റിങ് മാത്രം, അല്ലെങ്കിൽ ഫ്ലോറിങ്, അങ്ങനെ എന്തെങ്കിലും ഒരു ഐറ്റം ഒരു യൂണിറ്റ് റേറ്റിലൊക്കെ ഏറ്റെടുക്കുന്ന കോൺട്രാക്റ്റാണ് ഐറ്റം റേറ്റ് കോൺട്രാക്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. Since the work is distributed as an item wise, there will be no disputes between owner and contractor. അതായത് കുറേയൊക്കെ തർക്കങ്ങൾ നമുക്ക് ഓണറും കോൺട്രാക്ടറിൻ്റെ ഇടയിൽ വരുന്ന തർക്കങ്ങൾ ഒഴിവാക്കാമെന്നാണ് പറയുന്നത്. ഓരോ ഐറ്റമായിട്ട് നമ്മൾ കോൺട്രാക്റ്റ് ഏറ്റെടുക്കുന്നതുകൊണ്ട് ആ ഒരു ഐറ്റം മാത്രം നമ്മുടെ കോൺട്രാക്ടർക്കും ഓണർക്കും നോക്കിയാൽ മതി. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വരുന്നത് ഡ്രോയിങ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ് ക്യാൻ ബി ചേഞ്ച് അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഈ ഓരോ ഐറ്റം ആക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ ഇനി ഈ ഡ്രോയിങ്സിൽ എന്തെങ്കിലും ചേഞ്ചസോ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷൻസിലോ മെറ്റീരിയൽസിലൊക്കെ എന്തെങ്കിലും ചേഞ്ചസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടി അത് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല. അതുപോലെ തന്നെ നോക്കുക, ഫൈനലൈസേഷൻ ഓഫ് ദ ബിൽ ഈസ് ഡൺ ബൈ ടേക്കിംഗ് മെഷർമെൻറ്റ് ഓഫ് ദ വർക്ക് ഡൺ. ലാസ്റ്റ് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബില്ല് കൊടുക്കുന്നത് വർക്ക് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും. മൂന്നാമത് വരുന്ന കോൺട്രാക്ട് ടൈപ്പാണ് കോസ്റ്റ് പ്ലസ് ഫീ കോൺട്രാക്ട് എന്ന് പറയുന്നത്. കോസ്റ്റ് പ്ലസ് ഫീ കോൺട്രാക്ട് എന്ന് പറയുമ്പോൾ ഇൻ ദിസ് കോൺട്രാക്ട് ദ കോൺട്രാക്ടർ ഈസ് ഗിവൺ ദ കോൺട്രാക്ട് ഓൺ ടേൺ കീ ബേസിസ്. കോൺട്രാക്ടർ ആഡ്സ് ഹിസ് ഓവർഹെഡ്സ് ആൻഡ് പ്രോഫിറ്റ് അറ്റ് ആൻ അഗ്രീഡ് റേറ്റ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ഇറ്റ് ബിക്കംസ് നെസസറി ടു ഹാവ് കെയർഫുൾ സൂപ്പർവിഷൻ. അതായത് നമ്മൾ എടുക്കുന്ന കോൺട്രാക്ട് വർക്കിൻ്റെ എസ്റ്റിമേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫീ കോസ്റ്റ് എത്രയാണെന്ന് വെച്ചാൽ ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റിൻ്റെ കൂടെ ഓവർ ഹെഡ് കോസ്റ്റും അതുപോലെ തന്നെ പ്രോഫിറ്റുകൾ. ഓവർ ഹെഡ് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന കോസ്റ്റുകളാണ്. ആ ടോട്ടൽ കോസ്റ്റിൻ്റെ ഇത്ര ഒരു പെർസെൻറ്റേജ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കോൺട്രാക്ടറുടെ പ്രോഫിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു എമൗണ്ട് ആവും കോസ്റ്റ് പ്ലസ് ഫീ കോൺട്രാക്റ്റിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പറയുന്ന സമയത്ത് ടോട്ടൽ കോസ്റ്റിൻ്റെ കൂടെ ഇത്ര പെർസെൻറ്റേജ് പ്രോഫിറ്റായിട്ട് കൺസിഡർ ചെയ്യണം. അത് ഓണറും കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പ്രോഫിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോസ്റ്റ് ആവും കോൺട്രാക്ട് പറയുന്നത്. നാലാമത്തെ ടൈപ്പ് കോൺട്രാക്റ്റ് ആണ് ടേൺ കീ കോൺട്രാക്ട് എന്ന് പറയുന്നത്.
ടേൺ കീ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഒരു ലംസം കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പ്രൈസ് കോൺട്രാക്റ്റ് തന്നെയാണ്. പക്ഷേ ഇത് എത്ര കാലം നീണ്ടു നിൽക്കുന്നോ ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ അതിനനുസരിച്ച് എന്താണ് വരുന്ന ചേഞ്ചസിനനുസരിച്ച് എക്സ്ട്രാ വരുന്ന കോസ്റ്റുകളൊക്കെ നമുക്ക് പ്രോഫിറ്റായിട്ട് വേറെ എക്സ്ട്രാ തരും എന്നുള്ളതാണ് ടേൺ കീ കോൺട്രാക്റ്റിൻ്റെ ഒരു ബെനിഫിറ്റായിട്ട് പറയുന്നത്. ഓക്കെ, ഇതിൽ ഓരോ ഡിസൈനും കൺസ്ട്രക്ഷൻ എല്ലാ വർക്കുകളും ലംസം പ്രൈസിൽ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് പ്രൈസിലാണ് പറയുന്നത്. അത് ആ ഫിക്സഡ് പ്രൈസിലും കൂടുതൽ ചിലവുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ പ്രോഫിറ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഈ കോൺട്രാക്ടർക്ക് കാലം കഴിയുന്നതിനനുസരിച്ച് ഓണറുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുക എന്നുള്ളതാണ് ടേൺ കീ കോൺട്രാക്റ്റിൻ്റെ ഒരു പ്രത്യേകത ആയിട്ട് പറയുന്നത്. 5th വൺ ആണ് ബൂട്ട്. ബൂട്ട് എന്ന് പറയുന്നത് ബിൽഡ് ഓൺ ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ആണ് അതിൻ്റെ ഫുൾ ഫോം ആയിട്ട് പറയുന്നത്. In this type of contract, the private sector organizes the public work on the operate for a specific period and transfer the same to public authority. അതായത് ഒരു ഗവൺമെൻറ് പ്രൊജക്റ്റ് ഒരു പബ്ലിക് സെക്ടർ ഏറ്റെടുത്തിട്ട് നടത്തുന്നതാണ് ബൂട്ട് എന്ന് പറയുന്ന കോൺട്രാക്റ്റ്. അതിൽ ഒരു സ്പെസിഫിക് പീരീഡ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് തരും. ആ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് അതിൻ്റെ വർക്കിംഗ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് പീരീഡും തരും. അത് കഴിഞ്ഞിട്ട് മാത്രമാണ് ഈ ഒരു എന്ത് പ്രൊജക്റ്റ് ആണെങ്കിലും അത് ഗവൺമെൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഓക്കെ, ദ പ്രൈവറ്റ് സെക്ടർ വിൽ റിക്കവർ ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂറിങ് ദ പീരീഡ്. ആ ഒരു കാലത്ത് ഹാൻഡ് ഓവർ ചെയ്യുന്നതിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ആ പ്രൈവറ്റ് സെക്ടർ അതിൽ അവരുടെ പ്രോഫിറ്റും അതുപോലെ തന്നെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ അതിൽ നിന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബൂട്ട് കോൺട്രാക്റ്റിന് എക്സാമ്പിളാണ് ഹൈവേ പ്രൊജക്ട്സ്, എയർപോർട്ട്, IT പാർക്സ്, പവർ പ്ലാന്റ്സ്, ബ്രിഡ്ജസ് എക്സെട്ര എന്ന് പറയുന്നത്. അതായത് ഇവയൊക്കെ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റ് ആണെങ്കിൽ കൂടി അത് പ്രൈവറ്റ് സെക്ടേഴ്സിനെ ആരെങ്കിലും ഏൽപ്പിക്കും. ഓക്കെ, ഇനി നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഗവൺമെൻറ് തരും. ബാക്കി വരുന്ന കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് പറയുന്നതെല്ലാം ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഫുൾ നടത്തി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഓപ്പറേഷൻസും ചെയ്ത് കഴിഞ്ഞ് അതായത് അതിൻ്റെ ഉപയോഗം നടത്തി കുറച്ച് കാലങ്ങൾക്ക് ശേഷം മാത്രമാണ് ഗവൺമെൻറ്റിന് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. ഇപ്പോൾ ഹൈവേ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ബ്രിഡ്ജസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ ടോള് പിരിക്കുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ട്. ആ ടോള് പിരിക്കുന്നതെന്ന് പറയുന്നത് അവർക്ക് ആ കൺസ്ട്രക്ഷൻ വർക്കിന് വേണ്ടിയിട്ട് ചിലവായിട്ടുള്ള പൈസ അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റൊക്കെ അവർക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൈവറ്റ് സെക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, ടോൾ എന്ന് പറയുന്ന ഈ ഒരു സംഭവം നിലവിൽ വരുത്തിയിട്ടുള്ളത്. നോക്കാം, ഗവൺമെൻറ് അവേർഡ്സ് ഫണ്ടിങ് ആൻഡ് അലൗസ് എ പ്രൈവറ്റ് പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ടു ഇൻവെസ്റ്റ്, ബിൽഡ് ആൻഡ് ട്രാൻസ്ഫർ ദ ഫെസിലിറ്റി ആഫ്റ്റർ റിക്കവറിങ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ്. അതായത് ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഫണ്ട് ചെയ്യുന്നില്ല, പക്ഷേ അവർ അതിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ടോളൊക്കെ പിരിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് എത്രയാണോ ചിലവായത് അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അവരെന്നാണോ റിക്കവർ ചെയ്യുന്നത് അതുവരേക്ക് എന്താണ് അവർക്കത് ഉപയോഗിക്കാനുള്ള ഒരു ഫെസിലിറ്റി ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദ ഗവൺമെൻറ് ആക്ട് ആസ് എ ഫെസിലിറ്റേറ്റർ ഇൻ ടേം ഓഫ് ലീഗൽ ഇഷ്യൂസ്, അക്വിസിഷൻ ഓഫ് ലാൻഡ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഇഷ്യൂസ്. ഇവർക്ക് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും എല്ലാ സാഹചര്യങ്ങളും ഗവൺമെൻറ് ഒരുക്കി കൊടുക്കുകയാണ്. അതായത് ഒരു ഫെസിലിറ്റേറ്ററായിട്ട് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരാളായിട്ടാണ് ഗവൺമെൻറ് ആക്ട് ചെയ്യുന്നത്. ഇൻ ടേംസ് ഓഫ് ലീഗൽ ഇഷ്യൂസ്, എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക. അതുപോലെ തന്നെ അക്വിസിഷൻ ഓഫ് ലാൻഡ്, സ്ഥലം അളവെടുപ്പുകളോ കാര്യങ്ങളൊക്കെ നടത്താനുണ്ട്, സ്ഥലം കണ്ടെത്തേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഇഷ്യൂസ്, എന്തെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് ഇഷ്യൂസ് നാട്ടുകാരൊക്കെ തമ്മിൽ എന്തെങ്കിലും വഴക്ക് കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റാണ് ഇവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്.